എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി സ്പോട്ട് അഡ്മിഷൻ്റെ രജിസ്ട്രേഷൻ നാളെ മുതലാണ്. 18-19 തീയതികളിൽ രജിസ്ട്രേഷൻ നടക്കും. ആർക്കൊക്കെ അപേക്ഷിക്കാം. സ്പോട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങളുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മാർക്കാണ്. ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യും. ചാനൽ വീഡിയോസ് ഉപകരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യും. സുഹൃത്തുക്കളിലേക്ക് ശ്രദ്ധിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് വന്നാൽ നമ്മുടെ ചാനൽ വീഡിയോ കാണുമ്പോൾ 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 വിദ്യാർത്ഥികൾ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെ അവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് ഉപകരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. സുഹൃത്തുക്കളിലേക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് കോളേജുകളിലേക്കുള്ള ഗവൺമെൻറ് എയ്ഡഡ് സ്പോട്ട് അഡ്മിഷൻ്റെ രജിസ്ട്രേഷനാണ് ഈ 18-19 തീയതികളിൽ നാളെയും മറ്റന്നാളുമായി രജിസ്ട്രേഷൻ നടക്കുന്നത്. നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂളുകളിലേക്കാണ് അപേക്ഷിക്കാൻ താല്പര്യമുള്ളത് ആ സ്കൂളുകളിലേക്ക് ഒന്നെങ്കിൽ പോയി നിങ്ങൾ ആ സ്കൂളുകളിൽ പോയി ഓരോ സ്കൂളുകളിലും പോയി ഫോം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ വഴി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. എന്തായാലും ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. കാരണം സ്പോട്ട് അഡ്മിഷൻ കഴിഞ്ഞ വർഷം എന്തായിരുന്നു, കഴിഞ്ഞ വർഷത്തെ പോലെയും അതിന് മുമ്പത്തെ വർഷത്തെ പോലെയും എന്നല്ല, ഈ വർഷം ആർക്ക് വേണമെങ്കിലും സ്പോട്ട് അഡ്മിഷനായി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത്. ആർക്കുള്ള അപേക്ഷ ലഭിച്ച വിദ്യാർത്ഥികൾക്കും ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും എല്ലാ വിദ്യാർത്ഥികൾക്കുമാണ് ഈ വർഷത്തെ സ്പോട്ട് അഡ്മിഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. ആർക്ക് വേണമെങ്കിലും സ്പോട്ട് അഡ്മിഷന് വേണ്ടി പങ്കെടുക്കാൻ സാധിക്കുമെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. അപ്പോൾ ഈ 18-19 തീയതികളിൽ സ്പോട്ട് അഡ്മിഷൻ നടക്കുമ്പോൾ പല വിദ്യാർത്ഥികളും കമൻ്റായിട്ടും പേഴ്സണലായിട്ടും അല്ലാതെയൊക്കെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, എങ്ങനെയാണ് ഇതിൽ പങ്കെടുക്കുക, എങ്ങനെയാണ് ഇതിന് ആപ്ലിക്കേഷൻ സമർപ്പിക്കുക എന്ന് പല വിദ്യാർത്ഥികളും അല്ലാതെ ചോദിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷനായി നിങ്ങൾ ഏതൊക്കെ സ്കൂളുകളിലാണോ അപേക്ഷ സമർപ്പിക്കുന്നത് ആ സ്കൂളുകളിൽ ഒരു നോക്കി, അതായത് 23-ാം തീയതിയാണ് അഡ്മിഷൻ നടക്കുക, അതായത് 23-ാം തീയതിയാണ് സ്പോട്ട് അഡ്മിഷൻ നടക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക, 23-ാം തീയതി സ്പോട്ട് അഡ്മിഷനായി നിങ്ങൾ കോളേജിൽ ഹാജരാകേണ്ടി വരും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ 22-ാം തീയതി രാത്രി എന്ത് ചെയ്യും, 22-ാം തീയതി വൈകിട്ട് വെബ്സൈറ്റിലൊരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അതായത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ആ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ അപേക്ഷിച്ച സ്കൂളുകളിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള സ്കൂൾ ഏതാണ്, നിങ്ങൾ അപേക്ഷിച്ച സ്കൂളുകളിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള ഏത് സ്കൂളാണോ അവിടെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും മറ്റ് കാര്യങ്ങളുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പോകേണ്ടതാണ്. എന്നിട്ട് നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ റാങ്ക് 10 ആണെങ്കിൽ, ഇപ്പം എൻ്റെ റാങ്ക് 10 ആണ്, അവിടെ ലാസ്റ്റ് പ്രവേശിച്ച വിദ്യാർത്ഥിയുടെ റാങ്ക് എന്ന് പറയുന്നത്, ലാസ്റ്റ് പ്രവേശിച്ച വിദ്യാർത്ഥിയുടെ റാങ്കും തമ്മിൽ 6 റാങ്കിൻ്റെ വ്യത്യാസമാണുള്ളതെന്ന് വിദ്യാർത്ഥി, അതായത് എൻ്റെ റാങ്ക് 10ഉം അവിടെ ലാസ്റ്റ് പ്രവേശിച്ച വിദ്യാർത്ഥിയുടെ റാങ്ക് 6ഉം. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ രാവിലെ തന്നെ എന്ത് ചെയ്യുക, സ്പോട്ട് അഡ്മിഷന് പോവുക. കാരണം എൻ്റെ റാങ്ക് 10 ആണ്, അവിടെ 6 എന്നെ കഴിഞ്ഞു 6 കൂടുതലുള്ള വിദ്യാർത്ഥിയാണ് അവിടെ പ്രവേശിച്ചത്. അപ്പോൾ ആ കോളേജിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഞാൻ രാവിലെ ചെല്ലേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ എന്താണ്, എനിക്ക് 6 റാങ്കിൻ്റെ വ്യത്യാസമുണ്ട്. എന്നെ കഴിഞ്ഞും 6 കൂടുതലുള്ളവനാണ് അവിടെ കയറുന്നത്. പക്ഷേ അന്നേരം എന്നെ കഴിഞ്ഞും 6 കൂടുതലുള്ളവൻ അവിടെ കയറിയപ്പോൾ എന്നെ കഴിഞ്ഞും 5ഓ 4ഓ കൂടുതൽ ഉള്ളവൻ വരുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യണം, ആ കോളേജിൽ ഹാജരാകണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇപ്പോൾ എനിക്ക് മേലെ, അതായത് ആ കോളേജിൽ ലാസ്റ്റ് പ്രവേശിച്ച വിദ്യാർത്ഥിയുടെ റാങ്കും എൻ്റെ റാങ്കിനും ഇടയിൽ മറ്റൊരാൾ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ആ സീറ്റ് പെട്ടെന്ന് തന്നെ എനിക്ക് ലഭിക്കുകയും ചെയ്യും. അതായത് എന്നെ കഴിഞ്ഞ് മാർക്ക് കൂടിയ വിദ്യാർത്ഥി ആ സമയത്ത് ആ കോളേജിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ആ സീറ്റ് എനിക്ക് ലഭിക്കും. അത് എന്നെ കഴിഞ്ഞും മാർക്ക് കൂടുതലുള്ള വിദ്യാർത്ഥി ആ കോളേജിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ആ സീറ്റ് എന്തായാലും എനിക്ക് തന്നെ ലഭിക്കും. അതുകൊണ്ട് തന്നെ രാവിലെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ 18-19 തീയതികളിലാണ് ഇതിൻ്റെ അപേക്ഷ നടക്കുക. ഇങ്ങനെയാണ് സ്പോട്ട് അഡ്മിഷനൊക്കെ നടക്കുക എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. സ്പോട്ട് അഡ്മിഷൻ നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ ഏതായാലും രജിസ്ട്രേഷൻ നാളെ മുതൽ ആരംഭിക്കും. നമ്മളത് കൃത്യമായ രീതിയിൽ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ വീഡിയോസ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ കാണാം. അതുവരേക്കും മൈ നെയിം ഈസ് സ്ക്രേ, ദ ഫൗണ്ടർ ഓഫ് സ്ക്രേ ഫോട്ടോ ദ കരിയർ ഗൈഡൻ. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.